എമിലി ഡിക്കൻസിൻ്റെ മനോഹരമായൊരു കവിതയുണ്ട് പ്രതീക്ഷയെക്കുറിച്ച്. പ്രതീക്ഷയൊരു തൂവൽ പോലെയാണ്, അത് വാക്കുകളില്ലാതെ അനന്തമായി പാടിക്കൊണ്ടേയിരിക്കും, അത് ആത്മാവിനെ തൊടും എന്നാണ് ഡിക്കൻസ് പറഞ്ഞു വെക്കുന്നത്. പ്രതീക്ഷയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ് ഇരുണ്ട കാലത്ത് നമുക്ക് ചെയ്യുവാനുള്ള ദൗത്യം. പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന ഇരുണ്ട കാലം സംജാതമായാൽ ദാന്തയുടെ ഡിവൈൻ കോമഡിയിലെ നരകവാതിൽക്കൽ എഴുതി വച്ചിട്ടുള്ള ഇവിടെ പ്രതീക്ഷയുടെ കണിക പോലും ശേഷിക്കുന്നില്ല എന്ന വാക്യം ഓർമ്മിപ്പിക്കും വിധം പ്രതീക്ഷയില്ലാത്ത മനുഷ്യർ നാടിനെ നരകമാക്കി തീർക്കും. ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന കൃതിയിൽ ആൻറ്റി എന്ന് പറയുന്ന കഥാപാത്രം മുറിവേറ്റ് കിടക്കുമ്പോഴും ആകാശത്തെ, മനോഹരമായ നീലാകാശത്തെ കണ്ട് വേദനകൾ മറക്കുന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ട്. ഫയദോർ ദസ്തയോവ്സ്കി പറഞ്ഞു വെച്ചിട്ടുണ്ട്, രണ്ടുപേർ ഒരുമിച്ച് കരഞ്ഞ് ഒരുമിച്ച് സ്വപ്നം കാണുമ്പോൾ ഒരു പുതിയ ലോകം പിറക്കുന്നുവെന്ന്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമുക്കൊരു പുതിയ കാലത്തെ സൃഷ്ടിക്കണം. പുതിയൊരു ലോകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് നാം. ലോകം ഇരുട്ടിൻ്റെ അഗാധതയിലേക്ക് കണ്ടുപോകുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനുമപ്പുറത്തെ വെളിച്ചത്തിൻ്റെ വർണ്ണരാജികളെ നമുക്ക് തീർക്കാൻ കഴിയും. ഗസയിലെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുമ്പോൾ ലോക ജനതയൊന്നടങ്കം മൗനം ഭഞ്ജിച്ചപ്പോൾ മൗന സൗധത്തിൽ എങ്ങനെ ചീഞ്ഞു നാറുന്നു എന്ന് KGSന്റെ വരികളെ ഓർമ്മിപ്പിക്കുമാർ ലോകം മൗനം ഭക്ഷിച്ച് ജീവിക്കുമ്പോൾ കാലിഫോർണിയയിൽ നിന്ന്, US സർവകലാശാലകളിൽ നിന്ന് ഒരു ബാനർ ഉയർന്നു, ഗസക്ക് മുറിവേൽക്കുമ്പോൾ ഈ ലോകത്തിന് മുഴുവൻ മുറിവേൽക്കുന്നു എന്നാണ് അവർ വിളിച്ചു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെളുത്തു മെലിഞ്ഞൊരു മനുഷ്യൻ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു ബാനർ ഉയർത്തിപ്പിടിച്ച് വഴിയരികിലൂടെ നടന്നുപോയി. അദ്ദേഹത്തെ ബലിഷ്ഠമായ കരങ്ങളാൽ ചേർത്ത് പിടിച്ച് തടവറയിലേക്ക് ആനയിച്ചു ഇന്ത്യയിലെ പോലീസ്. ആ മനുഷ്യന്റെ പേര് ജാങ്ഡ്രസ് എന്നായിരുന്നു. അദ്ദേഹം നേരത്തെ ബഹു ആദരണീയനായ പരകാല പ്രഭാകർ സാർ ഓർമ്മപ്പെടുത്തിയ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെ പരിഹരിക്കുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയെ ഇന്ത്യൻ സമൂഹത്തിന് ആവിഷ്കരിച്ച് നൽകിയ, ഈ നാട്ടിലെ ഏറ്റവും താഴെത്തട്ട് ജനതയുടെ, അടിത്തട്ട് ജനതയുടെ കണ്ണീരൊപ്പിയ മനുഷ്യനാണ് ജാങ്ഡ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഒരു ജ്ഞാനവൃദ്ധൻ. ആ ജ്ഞാനവൃദ്ധനെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് കോർത്തു പിടിച്ച് തടവറയിലേക്ക് ആനയിക്കുമ്പോഴും ജാങ്ഡ്രസിന്റെ മുഖത്ത് പ്രതീക്ഷയുടെ പുഞ്ചിരിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ജർമ്മനിയെക്കുറിച്ച്, ജർമ്മനിയിലെ കിരാതമായ ഫാസിസ്റ്റ് കാലത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അനേകം രചനകളുണ്ട്. അതിലൊന്ന് ഫ്രിഡ്സ് സ്റ്റേണിൻ്റെതാണ്. ഫ്രിഡ്സ് സ്റ്റേൺ ജർമ്മനിയുടെ ആ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, ജർമ്മനിയുടെ ആ കാലം സംഭവിച്ചത് അവിടെയുള്ള മോശം മനുഷ്യരെ കൊണ്ടായിരുന്നില്ല, നല്ല അനേകം മനുഷ്യരുടെ മൗനം കൊണ്ടായിരുന്നു. നല്ല മനുഷ്യർ മൗനം ദീക്ഷിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് 19-ാം നൂറ്റാണ്ടിലെ ജർമ്മനി എന്ന് സ്റ്റേൺ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കിക്കാലത്ത് മൗനമല്ല ഭക്ഷിക്കേണ്ടത്. നമുക്കിക്കാലത്ത് വേദനകളുടെയും ദുരന്തങ്ങളുടെയും കഥയല്ല നമ്മൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. കുടികൊള്ളുക നമ്മൾ ശക്തിയിലേക്ക്, നമ്മൾ കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക നമ്മൾ ശക്തിയിലേക്ക് എന്ന കവിതയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമ്മുടെ വേദനകളെ കുഴിവെട്ടി മൂടുക, നമുക്ക് ശക്തിയിലേക്ക് കുതികൊള്ളുകണം, നമുക്ക് ശക്തിയിലേക്ക് ഉയർന്നു പോകണം. ഈ ഇരുട്ടിന്റെ കാലത്തെ വെളിച്ചത്തിന്റെ പ്രകാശം കൊണ്ട് നമുക്ക് തട്ടിമാറ്റണം. ലോകത്തിന് വെളിച്ചം പകർന്നത് വിദ്യാർത്ഥികളാണ്. ലോകം അക്ഷമനായിരുന്നപ്പോഴൊക്കെയും, ലോകത്ത് തെറ്റിന്റെയും തിന്മയുടെയും മഹാദംഷ്ട്രകൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെയും ലോകത്തിന് വെളിച്ചം പകർന്നത് കാലിഫോർണിയയിലെ കൊച്ചുകുട്ടികൾ, കാലിഫോർണിയയിലെ ക്യാമ്പസ് വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ച ബാനർ പോലെ ഗാസക്ക് വേണ്ടി ശബ്ദിക്കുവാൻ. ഇന്ത്യ അടിയന്തരാവസ്ഥയിലെ വേദനകളിലേക്ക് കയറി ചെന്നപ്പോ ഇന്ത്യയിലെ ക്യാമ്പസുകളാണ് ക്ഷുഭിതമായത്. അമേരിക്കയിലെ ഭരണമാറ്റത്തിന് സാധ്യതയൊരുക്കിയത്, അങ്ങനെ അനേകം യുദ്ധരംഗങ്ങളിൽ നിന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പരത്തിയത് ലോകത്തെ വിദ്യാർത്ഥികളാണ്. ധാർമ്മികതാ നഷ്ടങ്ങളുടെ വലിയ ലോകത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ഞങ്ങൾ ഈ രാജ്യത്തിന് പ്രതീക്ഷയായി, ഞങ്ങൾ ഈ രാജ്യത്തെ മനുഷ്യർക്ക് മുഴുവൻ പ്രതീക്ഷ പകർന്നുകൊണ്ട് കടന്നുപോകും. ദേശീയ സാഹിത്യോത്സവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയല്ലോ. ദേശീയ സാഹിത്യോത്സവന്റെ ദൗത്യം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ദരിദ്രരായ മനുഷ്യർക്ക് ആത്മാഭിമാനം പകർന്നു കൊടുക്കുക എന്നതാണ്. ആത്മാഭിമാനമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതാണ്
അവർക്ക് വിജയിക്കുവാനുള്ള വഴികൾ സൃഷ്ടിക്കുക എന്നതാണ്. അത്തരം അനുഭവങ്ങളിലേക്ക് കയറി വരാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് SSFന്റെ സംസ്ഥാന സാഹിത്യോത്സവ് വരുന്ന ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നുമായി നമ്മുടെ ജില്ലയിലാണ് നടക്കുന്നത്. എല്ലാത്തിലും നമ്മുടെയൊക്കെ കൂട്ടായ്മയുടെ ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വാക്കിത്രയേ ഉള്ളൂ. കുതികൊള്ളുക ശക്തിയിലേക്ക്. നമ്മൾ ഏത് ഇരുട്ടിനെ വന്നു മൂടിയാലും നിങ്ങൾക്ക് എന്റെ പൂക്കളെ ഇറുത്തുമാറ്റാനാകും, എന്റെ വസന്തത്തിന്റെ വരവിനെ തടയാനാകില്ല എന്ന നെരൂദയുടെ വരികളും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.